ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവിൽ അനീഷും അനുവും തമ്മിൽ കിച്ചണിൽ അടി തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളെ സ്വാതന്ത്ര്യത്തോടു കൂടി ഒന്ന് പണിയെടുക്കാൻ അനുവദിക്കുക അനുമോൾ എന്താ ഒരു ബോസി ടൈപ്പാണല്ലോ. അനുവിനെതിരെ കടുത്ത ആരോപണവുമായിട്ടാണ് കിച്ചണിൽ അനീഷ് എത്തിയിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് അല്പസമയം മുമ്പ് ലൈവിൽ അടി തുടങ്ങിയിട്ടുണ്ട്. അനീഷും അനുമോളും തമ്മിലാണ് അടി തുടങ്ങിയിരിക്കുന്നത്. ഇന്നലത്തെ അടിയുടെ ബാക്കിയെന്നോണമാണ് കേട്ടോ. സംഭവം എങ്ങനെയാണ്? ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. ഉപ്പുമാവാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഇതിൽ ഉപ്പുമാവ് പലതരത്തിൽ ഉണ്ടാക്കാമല്ലോ. എങ്ങനെ വന്നാലും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു സംഭവമായിട്ട് വരും. എന്നാൽ ഇത് ഉണ്ടാക്കുന്ന പലരും പല നാട്ടിലും പല വിധത്തിലാണ്. അനുമോൾ ഉണ്ടാക്കുന്ന പോലെയല്ല കൊച്ചിക്കാരനായിട്ടുള്ള ഒനിൽ ഉണ്ടാക്കുന്നത്. അനുമോൾ കുളിക്കാൻ പോയേക്കായിരുന്നു. കുളിച്ച് വന്നു, മേക്കപ്പ് ഇടുന്നു, ഡ്രസ്സ് ചെയ്യുന്നു, ആ ഒരു തിരക്കിലാണ്. എന്നാൽ അനീഷ് പോയി വിളിച്ചു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വരാമെന്ന് പറഞ്ഞപ്പോൾ അനുമോൾ വരുന്നില്ല. ഇന്നലത്തെ സംഭവം വിഷയം എടുത്തിട്ടു. ആ ഒരു വഴക്ക് ഇന്നലെ കഴിഞ്ഞതാണ്. പക്ഷേ ഇന്ന് അനുമോൾ അത് ഹൈലൈറ്റ് ചെയ്ത് വന്നപ്പോൾ അനീഷ് നേരെ അടുക്കളയിൽ പോയി ഒനിലിനോട് ചോദിച്ചു എങ്ങനെയാണ് ഉപ്പുമാവ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഒന്നിൽ പറഞ്ഞു ആദ്യം ഒരു പാത്രത്തിൽ നിറച്ചും വെള്ളം ചൂടാക്കാൻ വെക്കാൻ. അപ്പോഴാണ് അനുമോൾ മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് നേരെ വരുന്നത്. ഇതെന്താ ചെയ്തിരിക്കുന്നത്? അപ്പോൾ വെള്ളം ചൂടാക്കാൻ വെച്ചിരിക്കുന്നു. ഇതിങ്ങനെയല്ല ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അനുമോൾ ഒച്ച ഉണ്ടാക്കുന്നു. ആ സമയത്ത് അനീഷ് പറയുന്നുണ്ട് എന്താണ് അനുമോളെ, ഞങ്ങൾക്കും പഠിക്കണ്ടേ, ഞങ്ങൾക്കും ചെയ്യേണ്ടേ, എല്ലാം അനുമോൾക്ക് തന്നെ ചെയ്യണം. അനുമോൾ പറഞ്ഞു തന്നാൽ മതി ഏതൊക്കെ വെജിറ്റബിൾസ് കട്ട് ചെയ്യണം, എങ്ങനെയൊക്കെ കട്ട് ചെയ്യണം പറഞ്ഞു തന്നാൽ മതി. ഞങ്ങൾക്കും ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവില്ല, ഞങ്ങൾക്ക് പഠിക്കേണ്ടതെന്ന്. അപ്പോൾ അനു പറയുന്നുണ്ട് ചെയ്തേ പഠിക്കാൻ പറ്റുള്ളൂ. ഞാനിവിടെ എൻ്റെ വീട്ടിൽ ചെയ്യാറൊന്നുമില്ല, ഞാൻ ഇവിടെ വന്നിട്ടാണ് പഠിച്ചതെന്ന്. പക്ഷേ കിച്ചൺ ടൈമിൽ അനുമോൾ നല്ല ഫുഡ് ഉണ്ടാക്കി തരും, നല്ല കാക്കി തന്നെയാണ്. പക്ഷേ കിച്ചണിൽ അനുമോൾ കയറി കഴിഞ്ഞാൽ അനുമോൾ ആരും അടുപ്പിക്കില്ല. അനുമോൾക്ക് ഇതിൻ്റെ സ്പീഡിൽ വേഗം ഇങ്ങോട്ട് ചെയ്ത് പോകണം. അനുമോൾ കുക്ക് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ അനുമോൾക്ക് അറിയാത്ത ഒരാളാണെന്ന് തോന്നില്ല. എന്തായാലും വീട്ടിലൊക്കെ നല്ല ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള പോലെയാണ് അനുമോൾ ബിഗ് ബോസ് പിന്നകത്ത് കാണിക്കുന്നത്. എല്ലാം അറേഞ്ച് ചെയ്ത് കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ ആദ്യമായിട്ട് കുക്ക് ചെയ്യുന്നതൊക്കെ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് കേട്ടോ. പക്ഷേ അനുമോൾ 10 പേർക്ക് വരെ വളരെ സിമ്പിളായിട്ട് അടിപൊളിയായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഒരു കുറ്റവും കുറവും ഇല്ലാതെ. കിച്ചണൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. വീട്ടിൽ ചെയ്യാത്ത ഒരാൾക്ക് ഇവിടെ വന്നിട്ട് ഇത്രയും ആൾക്കാരുള്ളപ്പോൾ ചെയ്യാൻ പറ്റുമോ? അങ്ങനെയൊക്കെ എന്തോ അനുമോൾ പറയുന്നത് ഞാൻ ഇവിടെ വന്നിട്ടാണ് പഠിച്ചത്, നിങ്ങൾക്കും പഠിക്കാമായിരുന്നു. പക്ഷേ അനുമോളുടെ കൂടെ കിച്ചണിൽ കയറിയ ഒരാൾക്കും അങ്ങനെ പഠിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ആളാരും അത് അടുപ്പിക്കാറില്ല, ഒറ്റക്ക് ഞാൻ എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. അതും ഒച്ചപ്പാട് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. അതൊരു പക്ഷേ ദേഷ്യം കൊണ്ടായിരിക്കില്ല, എല്ലാം കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. പക്ഷെ പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോൾ ഇതെന്താ ഇങ്ങനെ എന്ന് തോന്നും. അത് അനീഷിനും തോന്നി. അനീഷ് അത് ചോദിച്ചു. അനുമോൾ ഇപ്പോഴും ഒരു ബോസി ടൈപ്പാണ്, ഒരു സമാധാനത്തോടു കൂടി ഒരു സ്വാതന്ത്ര്യത്തോടു കൂടി ഞങ്ങളെ പണിയെടുക്കാൻ അനുവദിക്കുമെന്ന്. വീണ്ടും കിച്ചണിൽ ഇന്നലത്തെ കാര്യം എടുത്തിട്ടു. ഗ്യാസിൻ്റെ ഫ്ലെയിം കുറച്ചിട്ടേക്കായിരുന്നു. അനുമോൾ അത് ചോദിച്ചതിൻ്റെ പേരിൽ അനീഷ് ഒച്ചപ്പാട് ഉണ്ടാക്കി എന്നുള്ളത്. പക്ഷേ ആ ചോദിക്കേണ്ട രീതിയിലല്ലായിരുന്നു കേട്ടോ അനുമോൾ ചോദിച്ചതും അനീഷ് മറുപടി പറഞ്ഞത്. രണ്ട് പേരുടെ ഭാഗത്ത് തെറ്റുണ്ട്. ഇത് അക്ബറിന് സംഭവം അറിയില്ല. അപ്പോൾ അക്ബറിനോട് ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് കൊടുക്കണം കേട്ടോ അനുമോൾ. ആ സമയത്ത് അനീഷ് പറയുന്നുണ്ട് ശരിയാണ്, അനുമോൾക്ക് കിച്ചണൊക്കെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ അറിയാം എന്ന് കരുതി ഞങ്ങളുടെയൊക്കെ തലേ കയറി ഇറങ്ങരുത് കേട്ടോ. എനിക്ക് അനുമോൾ പറയാം എന്നാൽ നിങ്ങൾ തന്നെ ഉണ്ടാക്കുക, ഞാൻ പോവാണ് എന്ന് പറഞ്ഞാൽ അനുമോൾ പോകുന്ന സമയത്ത് ഒന്നിൽ പറയുന്നത് വേണ്ട വെള്ളം ഞാൻ പറഞ്ഞ പോലെ ഉണ്ടാക്കണ്ട, അനുമോൾ പറഞ്ഞ പോലെ ഉണ്ടാക്കിയാൽ മതി, വെള്ളമൊക്കെ എടുത്ത് കളഞ്ഞോളൂ. അങ്ങനെ ചൂടാക്കാൻ വെച്ച വെള്ളമൊക്കെ എടുത്ത് മാറ്റി അനുമോളുടേതായ രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ക്യാപ്റ്റനായി ബിന്നി പറയുന്നുണ്ട് നിങ്ങൾ ഏത് രീതിയിൽ വേണമെങ്കിലും ഉണ്ടാക്കിക്കോ, പക്ഷെ എല്ലാവർക്കും വിശന്ന് തുടങ്ങി കറക്റ്റ് സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടണം എന്ന്. എന്തോ കിച്ചൺ ടീമിൽ 2 പേർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കുക്കിംഗ് അറിയാം. അല്ലെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കട്ടെ എന്ന് കരുതി ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ ചെയ്യട്ടെ നീ ചെയ്യട്ടെ എന്നുള്ള രീതിയിലൊക്കെയാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. ഇത് ഈ ഒരു വഴക്കാണ് കേട്ടോ ഇപ്പോൾ ലൈവിൽ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ മോർണിംഗ് ആക്ടിവിറ്റി വന്നിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ടായിരിക്കും അടുത്തുണ്ടാവുക. നമുക്ക് നോക്കാം എന്താ സംഭവിക്കുക എന്നെല്ലാം കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിലുണ്ടാകും. ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.